ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ഞണ്ട് കറിയാണ്. വളരെ ടേസ്റ്റുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഞാൻ ഈ ഞണ്ട് വെച്ചിട്ടാണ് ഞണ്ട് കറി തയ്യാറാക്കുന്നത്. അത്യാവശ്യം വലിയ ഞണ്ടാണ് കേട്ടോ. ഒരുപാടങ്ങ് ചെറുതുമല്ല, എന്നാലും അത്രയങ്ങ് വലുതുമല്ല. ഒരു ഇടത്തരം ഞണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. സവാള നമുക്ക് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു പാനിലേക്ക്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഒരു മീഡിയം തീയിലൊക്കെ വെച്ചിട്ട് വഴറ്റണം കേട്ടോ. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3-4 ഒക്കെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മുടെ ഈ ഞണ്ടിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കൂടിയുണ്ട്, സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. വളരെ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. 3-4 അല്ലി കൂടുതൽ ചേർക്കണ്ട. അതിൻ്റെ കൂടെ ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ നമ്മുടെ ഇടിക്കുന്ന കല്ലില്ലേ, ആ കല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി കൂടുതൽ വേണ്ട. പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ 2 മീഡിയം തക്കാളിയാണ് അത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്നല്ല നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുതായിട്ട് തക്കാളി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നല്ല കുഴമ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന 4 ഞണ്ടാണ് കേട്ടോ. അത്യാവശ്യം വലുതായതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതിൻ്റെ കാലും എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളം, 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ടങ്ങ് കുക്ക് ചെയ്യാം. 10-20 മിനിറ്റ് വേണം ഇത് കുക്കായി വരാൻ. 10-20-30 മിനിറ്റോളം വേണം ഇത് കുക്കായി വരാൻ വേണ്ടി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് വേവ് ആയിട്ടുള്ളൂ. ബാക്കിയും കൂടെ നമുക്ക് വേവിക്കണം. സോ നമ്മളൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കില്ല. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഞണ്ട് കറി റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീയൊന്നും ഓഫ് ചെയ്തില്ല. ഈ കറിവേപ്പില ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് അടച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കറിവേപ്പിലയൊക്കെ കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മണം കേട്ടാൽ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്ന്. എന്തായാലും നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഞണ്ട് കറി, നാടൻ ഞണ്ട് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അന്നേരം ഞാൻ അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.